അസ്സലാമലൈക്കും. ഇന്ന് ഞാനിരിക്കുന്നത് കുളപ്പാടത്താണ്. കുളപ്പാടത്തൊരു പരിപാടി നടക്കുന്ന ഭാഗ്യം ഞാൻ വന്നതാണ്. വന്ന് നോക്കിയപ്പോഴാണ് ഇതാണ്ട ഒരു 10-25 കുടുംബങ്ങൾക്ക് ഒരു മാസം കഴിയാനുള്ള ആഹാര സാധനങ്ങൾ സ്നേഹതീരം വാട്സപ്പ് കൂട്ടായ്മയും ഫ്ലാഷ് ഹെൽപ്പ് ലൈനും കൂടി നൽകുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇവരെല്ലാവരും. അത് കണ്ടുകൊണ്ട് ഞാനും ഇവിടേക്ക് വന്നു. അൽഹംദുലില്ലാഹ് ഇവർ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ ഇതുണ്ട്. എല്ലാ ജനങ്ങൾക്കും ഒരു മാതൃകയാണ്. ഇതുകൊണ്ട് എല്ലാവരും ഇവരുമായിട്ടുള്ള സഹകരണത്തോടു കൂടി ഇനിയുള്ള മാസങ്ങളിലും അൽഹംദുലില്ലാഹ് ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങളിലേക്ക് ഈ സദക്ക എത്തിച്ചേരുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ഇവരുമായിട്ട് ഒരുമിച്ച് നിൽക്കും. അൽഹംദുലില്ലാഹ് ഇവർ ചെയ്യുന്ന ഈ സൽപ്രവൃത്തി നാളെ ആഖിറത്തിലും ദുനിയാവിലും നല്ലൊരു പ്രവൃത്തിയായി മാറട്ടെ. നിങ്ങൾ നോക്കുക, കുളപ്പാടം എന്ന ദേശത്തിൻ്റെ മഹത്വം നമ്മുടെ നാട്ടിൽ എല്ലാവരും ഇത് അറിയണം. അതാണ് ഞാൻ യൂട്യൂബ് വഴി നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നത്. യൂട്യൂബ് വഴി എല്ലാവർക്കും എത്തണം. കാര്യം ഒരു കിലോ അരി മേടിച്ചോണ്ട് കൊടുത്താൽ അത് പരസ്യപ്പെടുത്തുന്ന ഒരു രീതിയാണ് എല്ലാവരിലും. പക്ഷേ ഇതങ്ങനല്ല. അവർ നമ്മളെ വിളിച്ചതോ ഒന്നുമല്ല. പക്ഷേ അൽഹംദുലില്ലാഹ് അവരുടെ ഈ പ്രവൃത്തി വലിയ ഹൈറാണ്, ഒരു മാതൃകയാണ് നമുക്കെല്ലാവർക്കും. ഇതൊക്കെ സ്വതക്കെയാണ്. സാധുക്കൾക്ക് വേണ്ടി കൊടുക്കുന്ന പരിപാടിയാകുമ്പോൾ പടച്ച തമ്പുരാനിൽ നിന്ന് ഒരു കൂലി കിട്ടണം എന്നുള്ള ആഗ്രഹത്തോട് കൂടി നമ്മുടെ ചില ചാരിറ്റി പ്രവർത്തന രംഗത്തൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. കുട്ടിഘോഷിച്ച് വലിയ പരസ്യം നൽകി അതിനകത്ത് വലിയ കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് പരത്തുന്നതിന് അപ്പുറം ആത്മീയമായ ഒരു കാര്യം ഇതിനടങ്ങിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മള് മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു നന്മയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് ഇതുപോലുള്ള സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായും നിങ്ങൾ ആ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും കൂടുതൽ കാര്യങ്ങൾ ഇതിന് നേതൃത്വം കൊടുത്തൊക്കെ ചെയ്യുന്നത് സാമ്പത്തികം വിനിയോഗിക്കുന്നതൊക്കെ പ്രവാസികളായ നമ്മുടെ നാട്ടിലുള്ള നന്മയുടെ ആൾക്കാർ, നന്മ മനസ്സിന്റെ മരങ്ങൾ, ആ ആൾക്കാർ ഇതിനു വേണ്ടി അഹോരാത്രം അവരുടെ വിയർപ്പിന്റെ കണിക ഇതിനു വേണ്ടി കൂടി ചിലവഴിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന, രോഗം അവസ്ഥയിൽ കഴിയുന്ന ആൾക്കാർ ധാരാളം പേരുണ്ട്. ചികിത്സാ രംഗത്തും ഒരുപാട് പേർക്ക് സഹായം ഈ വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മ നൽകുന്നുണ്ട്. ഞാൻ അതിൽ ഒരു ഗ്രൂപ്പിന്റെ ആളാണ്, ആ ഗ്രൂപ്പിൽ പങ്കാളിയായവരാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളിൽ ഞാൻ കാണുന്നു. അപ്പോൾ ഒരുപാട് നമുക്ക് വർണ്ണിച്ചു തീർക്കാൻ കഴിയാത്ത ഈ ഇരുളടഞ്ഞ ലോകത്തൊരു മെഴുകുതിരിയായിട്ട് നമ്മൾ നിന്നാൽ പോലും അള്ളാഹുവിന്റെ അടുക്കൽ വളരെ മഹത്തരമായ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. ആ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആഖിറത്തിന്റെ പ്രയോജനം, പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഭൗതികമായിട്ട് ഒരു താല്പര്യവും നമുക്കില്ല എന്ന രീതിയിൽ ഒരു നിയത്തോടു കൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ വളരെയധികം പ്രതിഫലം കിട്ടും. അതുപോലെ ഒപ്പം തന്നെ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾ വിജയിക്കുകയും ചെയ്യും. ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട, ഇതിനുവേണ്ടി സാമ്പത്തികം ചെലവഴിച്ച ഒരുപാട് ആൾക്കാർ, പ്രവാസികളും അതുപോലെ തന്നെ നാട്ടിലുള്ളവരും ഉണ്ട്. റഹ്മാനായ അല്ലാഹ് അവർക്ക് അർഹമായ പ്രതിഫലം നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുന്നത് ഏറ്റവും വലിയ പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിച്ച ദീനിന്റെ ഉടമകളാണ് ഞങ്ങൾ. അതുകൊണ്ട് ആ പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് റഹ്മാനെ നിന്നോട് ചോദിക്കുന്നു, ഇതിനെല്ലാം അർഹമായ പ്രതിഫലം ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ് എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ടും ഇതിനു വേണ്ടി അധ്വാനിക്കുന്ന പ്രവാസികളും സ്വദേശികളുമായ ആൾക്കാർ, വിദേശികളും സ്വദേശികളുമായ ആൾക്കാർ അവരാരൊക്കെ ഉണ്ടെന്ന് പടച്ച തമ്പുരാൻ അറിയാം. അതുപോലെ തന്നെ ഗ്രൂപ്പിൽപ്പെട്ടവർ ഓരോരുത്തർക്കും അറിയാം. അവർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആമുഖമായിട്ട് ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ സംരംഭം വിതരണ ഉദ്ഘാടനമല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു ഉദ്ഘാടനം നിർവഹിച്ച് നമുക്കൊരു ഫാത്തിഹ ദുആ ചെയ്തിട്ടുണ്ട്. അതിന്റെ അർഹതപ്പെട്ട കാക്കാടെ ഫോട്ടോ എടുക്കണ്ട. ഓക്കെ ഓക്കെ ഓക്കെ. بسم الله